എരുമേലിയിലും അഞ്ചലിലുമൊക്കെയായി 3ഓളം പേരുടെ ജീവൻ കാട്ടുപോത്ത് ആക്രമണത്തിൽ നഷ്ടപ്പെട്ട വിവരം വളരെ ദുഃഖത്തോടു കൂടിയാണ് കേരള സമൂഹം, പൊതുസമൂഹം മുഴുവനും കേട്ടത്. പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് നമ്മുടെ മനുഷ്യരെ വിട്ടുകൊടുക്കുന്ന ഒരു നയമാണോ സർക്കാരിൻ്റേതെന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. വനനിയമങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെയും മനുഷ്യ ആവാസ വ്യവസ്ഥയെയും എല്ലാം തകർക്കുന്ന രീതിയിലേക്ക് കടന്നു വരുമ്പോൾ, മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം മനുഷ്യൻ്റെ സ്വാഭാവികമായ അവകാശങ്ങളെ കവർന്നെടുക്കുന്നതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രശ്നങ്ങളാണിതെല്ലാം. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഈ ഒരു മേഖലയിൽ ഇടപെടണം. നിയമങ്ങൾ തിരുത്തേണ്ടത് തിരുത്തണം. 1972 വന്യമൃഗ നിയമം ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുമ്പോൾ കാലം മാറിയതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്താനും മനുഷ്യജീവന് സംരക്ഷണം കൊടുക്കാനും നമ്മുടെ ഗവൺമെൻറ്റുകൾ തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ ഒരു ആവശ്യം. അത് പല പ്രാവശ്യമായിട്ട് ഭരണാധികാരികളുടെ മുമ്പിൽ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു മനസ്സോടെ നിന്ന് മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമാകത്തുള്ളൂ. ലോകത്തൊരിടത്തും വന്യമൃഗങ്ങൾ പെറ്റുപെരുകാനായിട്ട് അനുവദിക്കുന്ന ഒരു രീതിയല്ല, നിയന്ത്രണങ്ങളില്ലാതെ അനുവദിക്കുന്ന ഒരു രീതി ഒരു പരിഷ്കൃത സമൂഹത്തിനുമില്ല. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലല്ല മൃഗങ്ങളെ പരിപാലിക്കേണ്ടത് എന്നുള്ളൊരു സാധാരണ തിരിച്ചറിവെങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണം. നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും, എന്ന് പറഞ്ഞാൽ ജീവൻ സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ആ സംവിധാനങ്ങൾ ഉപകരിക്കുന്നില്ലെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു വലിയ അരിശവും നിരാശയുമൊക്കെയുണ്ട് ഈ വ്യവസ്ഥിതിയോട്, ഈ ഭരണ വ്യവസ്ഥിതിയോട്. നമ്മളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാനാവാത്ത ഒരു ഭരണവ്യവസ്ഥിതിയെ വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഈ നേതൃത്വം അവരെന്തുകൊണ്ടാണ് ഇത്ര കരുണയില്ലാതെ മനുഷ്യരോട് പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഏതായാലും ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ കാണുന്നത് വളരെ തണുപ്പൻ രീതിയിലുള്ള ഒരു പോക്കാണിത്. വളരെ തണുപ്പനായിട്ടുള്ള നയങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത 5-6 പേര് കൊല്ലപ്പെട്ടാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകാത്ത രീതിയിലേക്ക് കടന്നു വരികയാണ്. അതിൽ വലിയ പ്രതിഷേധം നമുക്കുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഈ അനാസ്ഥയെക്കുറിച്ച് വലിയ പ്രതിഷേധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് അറിയിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നടപടിയെടുത്ത് നമ്മുടെ മനുഷ്യരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റി എഴുതണമെന്നും അതനുസരിച്ച് വനപാലകരും മൃഗസംരക്ഷകരുമെല്ലാം നിലപാടുകൾ മാറ്റണമെന്നും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.